എന്തടിയാടോ അടിക്കുന്നത്? ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമ്മുടെ വിശ്വഗുരുവാണ്, നമ്മുടെ ദൈവമാണ്. ദൈവത്തിനെയാണ് അതിൽ അടിയൊക്കെ അടിക്കുന്നത്. ഇങ്ങനെ മൂപ്പരെങ്ങാനും മുമ്പിൽ വന്ന ഇജ്ജൊക്കെ എന്താ ചെയ്യുക? ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയോട് ഒരു ഇത്തിരി പോലും നിങ്ങൾക്കൊന്നും ഒരു ഇത് കാണിക്കാനില്ലേ? അല്ല, നിങ്ങൾ ഇവന്മാരങ്ങോട്ട് ഊരി വിട്ടുക. ആരും ഇവന്മാരെ പിടിക്കാനൊന്നുമില്ല. നമ്മുടെ പ്രധാനമന്ത്രിനെ എന്താ പറയുക, കുത്തുങ്കാലായിട്ടുള്ള അമിട്ടിനെ, ഇവർ രണ്ടുപേരും പോരാത്തതിന് ചെറിയ ദൈവമായിട്ടുള്ള യോഗിനൊക്കെ എമ്മാരിയായിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉത്തരേന്ത്യയിലെ സംഘികൾ എന്ന് പറയാം, സവർണ സംഘികൾ എന്താ പരിപാടി എന്ന് പറയാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് ഇറങ്ങും. ഇതാണ് പരിപാടി. കണ്ണ് കാണുന്ന സകല ഇവന്മാരെ കൂട്ടത്തിലുള്ളവന്മാരുടെ ഒക്കെ ഈ കാർമൽ കുത്തി വെച്ചിട്ടുള്ള ഈ കാവി കോണകം എടുത്ത് കളയുക. ഒരു രക്ഷയില്ല, എടുത്ത് കളഞ്ഞ് മറ്റേ കുപ്പയിലൊക്കെ ഇട്ട് ചവിട്ടി മിതിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തൊരു ദേശീയ അത്. पहले खोल जूझ के नहीं लेवा जब तक इस काले कानून को वापस नहीं इसके प्रधानमंत्री का पुतला പാർട്ടി, അതായത് സ്വന്തം ജാതിനേക്കാൾ വലുതല്ല പാർട്ടി എന്ന് പഠിപ്പിച്ചു കൊടുത്ത അതേ പാർട്ടിക്ക് ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി ഇപ്പോൾ കാണിക്കുന്നത്. സത്യത്തിൽ ഈ നിയമം, ഈ UGC നിയമം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിരുന്നു. ആ ഒരു അമെൻമെൻറ്റ് വളരെ നല്ലൊരു അമെൻമെൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് BJPയുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു നിയമത്തിലോട്ട് അല്ലെങ്കിൽ ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അപ്പം അത് കൊണ്ടുവരാൻ കാണിച്ച ആ ഒരു ഇത് നല്ലതായിരുന്നു. പക്ഷെ അതോടുകൂടി കാറ്റ് പോയ ബലൂണ് പോലെ പോയി ഇവിടെ എമ്മാതിരി അടിയൊക്കെ നിപ്പിലെടുത്ത് കത്തിച്ചാളൊക്കെ ചെയ്യുന്നത്. ഇമ്മാതിരി പരിപാടി. പ്രധാനമന്ത്രിയാണെന്നും നമ്മുടെ ആഭ്യന്തര മന്ത്രിയാണെന്നും ഒരു ചിന്തയില്ല. ദൈവമാണ്, ബയോളജിക്കൽ ദൈവമാണ്, വിശ്വഗുരുവാണ്. ഇയാളില്ലെങ്കിൽ ലോകം തവിട് പൊടിയായി പോകുന്നുള്ള ചിന്ത ഒന്നും ഇപ്പല്ല. അപ്പം അങ്ങനെ ഒന്നുമില്ല. അപ്പം അടിച്ചൊതുക്കുക ചെയ്യുന്നത്. ഏതായാലും കണ്ണിന് കുളിർമയുന്ന കാര്യം എന്ന് പലരും പറഞ്ഞപ്പോഴേ നമ്മളതിൻ്റെ അപ്ഡേഷൻ ഇപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഇത് വന്നുകൊണ്ടേയിരിക്കുക. ദിവസം പരിപാടി. എന്താണെങ്കിലും ഒരു കാര്യം നിങ്ങളാരും ബേജാറാവണം കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതോടുകൂടി ഒന്നും സംഭവിക്കില്ല. ഇന്ന് സുപ്രീം കോടതി ആ ഒരു വിധി ഉണ്ടായിരുന്നല്ലോ, ആ വിധി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനത്തെ ഒന്നും വേണ്ട, UGCയിൽ പുതിയതായിട്ട് കൊണ്ടുവരുന്ന അമെൻമെൻറ്റ് വേണ്ട എന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. സ്റ്റേ ചെയ്തത് മാത്രമല്ല, ഇതിനെ വാദിക്കാൻ പോയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വാദിക്കാൻ പോയ വക്കീൽ മിണ്ടിയിട്ടില്ല. എന്താ മിണ്ടിക്കഴിഞ്ഞാൽ വീണ്ടും സത്യം, ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഈ അടിമത്ത യുഗത്തിലോട്ട് പോകണം, ജാതിയാണ് വലുത്, വലിയ ജാതിക്കാർ മൂത്തതും താഴത്തെ ജാതിക്കാർ താന്നും തന്നെ കിടക്കണം എന്നുള്ളതൊന്ന് മാറി ചിന്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഈ പണി കിട്ടും എന്ന് കണ്ടപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വക്കീൽ ഇന്ന് കോടതിയിൽ, അതായത് സുപ്രീം കോടതിയിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അവർ പറഞ്ഞതാ കറക്റ്റ്. ഞങ്ങളുടെ വോട്ട് ബാങ്ക് അല്ലേ പോകുന്നത്, എന്താ അവസ്ഥയില്. ഏതായാലും ന്യൂസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഈ രാജ്യം നിങ്ങൾ കത്തുകയാണല്ലോ, പ്രത്യേകിച്ച് BJPനും പ്രധാനമന്ത്രിനെയും എടുത്തിട്ട് നോക്കുന്നതുകൊണ്ട് അവർ നേരെ ഹർജി കൊടുത്ത് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയ സമയത്ത് സർവകലാശാലയിലെ ജാതി വിവേചനം തടയുന്നതിനായി ജനുവരി 13 UGC പുറത്തിറക്കിയിട്ടുള്ളത് ഈ ഒരു നിയമം കേട്ടോ. വെറും 15 ദിവസമായിട്ടേ ഉള്ളൂ സുപ്രീം കോടതി ആ നിയമത്തിനെ സ്റ്റേ ചെയ്ത് തടഞ്ഞിട്ടുണ്ട്. ഈ നിയമങ്ങൾ സമൂഹത്തിൽ ജാതിപരമായിട്ടുള്ള വിദ്വേഷവും സംഘർഷവും വർദ്ധിപ്പിക്കാൻ കാരണമുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇതിൽ സർക്കാരിൻ്റെ മൗനമാണ് അടുത്ത കോമഡി കേട്ടോ. കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള ജനറൽ തുഷാർ മേത്ത മൗനം പാലിച്ച്, അതായത് പുള്ളിയാണ് സോളിസിറ്ററായിട്ട് അവിടെ ജനറലായിട്ട് അവിടെ അറ്റൻഡ് ചെയ്തത് സർക്കാരിന് വേണ്ടിയിട്ട്. പുള്ളി മിണ്ടാതെ അവിടെ ഇരുന്നു, മൗനം പാലിച്ച്. നിയമത്തെ ന്യായീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഈ നിയമത്തെ ന്യായീകരിക്കാൻ വേണ്ട സർക്കാർ, അതായത് സർക്കാർ, സുപ്രീം കോടതി പറഞ്ഞ് സർക്കാർ മുന്നോട്ട് വെച്ച ഈ നിയമത്തിനെ ന്യായീകരിക്കാൻ സർക്കാരിന് മനസ്സിലായി പണി കിട്ടും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജാതി ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന്. രാജ്യത്ത് ജാതി വേണം. നമ്മൾ പിറകോട്ടുള്ളോ, നമ്മളിങ്ങനെ പിന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ബാക്കിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ. ഇവിടെ ജാതി വേണം, ഇവിടെ ഉയർന്ന ജാതിക്കാരൻ ജാതിയായിട്ട് നിൽക്കണം, താഴ്ന്ന ജാതിക്കാരൻ ദളിതനും ബാക്കിയുള്ള OBCയിൽ പെട്ടവൻ താന്ന് തന്നെ കിടക്കണം, ജനറൽ അടിച്ചു കഴിഞ്ഞാൽ അടി വാങ്ങിക്കൊള്ളണം, അവൻ്റെ ആസനം നക്കാൻ പറഞ്ഞ് നക്കിക്കൊള്ളണം. കേരളത്തിലില്ലാന്നേ ഉള്ളൂ, പുറത്തതിൻ്റെ അപ്പുറത്താ. ഉത്തരേന്ത്യയിലൊക്കെ അവസ്ഥ വളരെ മോശമാണ്. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ദളിതൻ കുടിച്ചാൽ കിണറ്റുന്നേ മൂത്തോൻ കുടിക്കൂല, അല്ലെ മൂത്തോൻ്റെ കിണറ്റുന്നേ ദളിതന് വെള്ളം കൊടുക്കൂല. അതേ അവസ്ഥ തന്നെയാണ് അവിടെ എപ്പോഴും. സ്വന്തം വോട്ട് ബാങ്കിന് ബാധിക്കും എന്ന് നല്ല പേടി BJPക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ
മിണ്ടാനും പോയിട്ടില്ല, ഒന്നും പറയാൻ പോയിട്ടില്ല. ഇവർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ വെച്ചിട്ട് ആ നിയമത്തിന് അങ്ങോട്ട് സ്റ്റേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നിയമത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത് എത്ര പേര് കണ്ടു എന്നറിയില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഈ കോളേജുകളിലൊക്കെ ഉണ്ടാകുന്ന ജാതി വിവേചന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ SC/ST-ക്കാരെ അല്ലെങ്കിൽ OBC-ക്കാരെ, സ്ത്രീകളെ, ഇവരൊന്നും മൈൻഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഇവരെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ല, ഒരു ഉത്തരാഖണ്ഡുകാരനല്ലേ തൂങ്ങി മരിച്ചു, ഒരു ജവാന്റെ മകനാ തൂങ്ങി മരിച്ച വീരൊക്കെ, അങ്ങനെ ഒരുപാട്, അത് സ്ഥിരം അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അത്തരത്തിലുള്ള ജാതി വിവേചനം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അതായത് അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് കേസ്, അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അവിടെ ആ പറഞ്ഞ സ്ഥലങ്ങളിൽ, ഈ പറഞ്ഞ കോളേജുകളിലൊക്കെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ കമ്മിറ്റിയുടെ അണ്ടറിൽ അവിടുത്തെ എന്താ പറയുക യൂണിവേഴ്സിറ്റി ചാൻസലർ ആയിരിക്കും അതിൻ്റെ ഹെഡിലിരിക്കുന്ന ആൾ. അതിൻ്റെ താഴത്ത് ഈ SC/ST, അതായത് ഈ ബിലോ കാസ്റ്റിലുള്ള ആളുകൾ അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. അപ്പോൾ അവർക്ക് ആരെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നോക്കാം, എന്നിട്ട് അതിനുള്ള ആക്ഷൻ എടുക്കാം എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഈ ആൾക്കാരെ നമ്മൾ ഈ പറയുന്നതും അങ്ങനത്തെ കുറേ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടാവരുത്, അതിന് ജനറൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ഞങ്ങളെ കേട്ടത്, അതായത് ജനറലിൻ്റെ കൂട്ടത്തിലും പല ജാതി സബ് കാസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനെ വിവേചനത്തോടെ കണ്ടു നിർത്തിയിട്ട് ഇവരെ മാറ്റി നിർത്താൻ എന്താ പരിപാടി എന്നാണ് ചോദിച്ചത്. പിന്നെ വേറെ ഒരു കാര്യം ചോദിച്ചത് സത്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ മറ്റേ പോക്സോ കേസുകൾ എങ്ങനെയാണ്, ചുമ്മാ പറഞ്ഞാൽ പോലെ അറസ്റ്റ് ചെയ്ത് പോയി എത്രയോ പേര് നിരപരാധികൾ പെട്ടുപോകുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെയാണെങ്കിൽ ഇവർ ഇത് ഒരു എന്താ പറയുക, ഇത് വെറുതെ പറയും. അതായത് ഞങ്ങളെ ചെയ്തതിന് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കൂലേ എന്ന് ചോദിച്ചു. അത് കറക്റ്റാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ലാണ്ടാക്കാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കമ്മിറ്റിയിൽ ജനറലിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെയും കമ്മിറ്റി മെമ്പറാക്കി നിർത്തണം, ഈ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ. അങ്ങനത്തെ 1-2 ഭേദഗതികൾ മാത്രം ഇത് ചെയ്താൽ മതി. നല്ലൊരു നിയമമായിരുന്നു. ഏതായാലും BJP ആ നിയമം കൊണ്ടുവരുത്തൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർക്ക് വോട്ട് വേണം. അതല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ പിന്നോട്ട് ഇപ്പോഴും ജാതിയും ജാതിയുടെ പേരിൽ അടിയും. ഏതായാലും BJP മതത്തിൻ്റെ പേരിൽ ഇവിടെ അടി കൂടിക്കുന്നുണ്ട്. ഞാൻ കൂട്ടത്തിൽ ജാതിൻ്റെ പേരിൽ അടി കൂടിയിട്ടെ, അങ്ങനെ പോട്ടെ കാര്യങ്ങൾ അല്ലേ. അങ്ങനെ നമ്മളങ്ങനെ ബാക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. കഷ്ടം.